വളരെ സന്തോഷമുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സ്വാതന്ത്ര്യ സമരത്തിനും സാമൂഹ്യ മുന്നേറ്റത്തിനുമൊക്കെയായി മുന്നിൽ നിന്ന് പോരാടിയ നമുക്കേവർക്കും അഭിമാനമായിട്ടുള്ള EMS പട്ടാമ്പിയിൽ 4 തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട ഒരു വ്യക്തിയാണ്. അതിൽ 1965 ഗവൺമെന്റ് രൂപീകരിക്കാതെ പോയി. ഒരു തവണ പട്ടാമ്പിയിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഒരു തവണ പട്ടാമ്പിയിൽ നിന്ന് ജയിച്ച് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് ഐക്യ കേരളം കെട്ടിപ്പടുക്കുന്ന കാലത്ത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിന്ന് നമുക്ക് മാർഗദർശിയായ ഇന്ന് കാണുന്ന കേരളം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യന് അവൻ അവകാശപ്പെട്ട ഭൂമി കൊടുക്കണമെന്ന നിയമം ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിൽ ഉയരുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് വിദ്യാഭ്യാസം അവകാശമല്ലാത്ത കാലത്ത് സാധാരണക്കാരനും പാവപ്പെട്ടവനുമൊക്കെ വിദ്യാഭ്യാസം അവകാശമാക്കുന്ന നിയമം കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായി ഉയരുമ്പോൾ ആ സർക്കാരിനെ നയിച്ച EMSന്റെ പേരിൽ EMSന്റെ കൂടി കർമ്മഭൂമിയായിട്ടുള്ള പട്ടാമ്പിയിൽ ഒരു സ്മാരകം യാഥാർത്ഥ്യമാകുന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്ക് അഭിമാനിക്കാം. EMSന് ഓർക്കുന്ന സമയത്ത് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് MT അടക്കമുള്ള P കുഞ്ഞിരാമൻ നായർ അടക്കമുള്ള നിരവധി ആളുകളുടെ ഓർമ്മകളുള്ള ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നല്ലൊരു സ്മാരകമായിട്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു ആദരവായിട്ടാണ് ഈ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. പ്രിയപ്പെട്ട MLA അക്കാര്യങ്ങളുടെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്നുണ്ടായി. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്കും ഒരു ഭാഗ്യം സിദ്ധിച്ചു. EMSന്റെ പേരിൽ ഒരു പാർക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ അവസരമുണ്ടായത് പൊതുജീവിതത്തെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു.
നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങളും മുന്നണികളുമൊക്കെ മാറ്റിവെക്കുമ്പോൾ തുടക്കം കുറിച്ച പ്രവർത്തന മണ്ഡലത്തിൽ മാറ്റങ്ങൾക്ക് നിദാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട 57 EMS ഗവൺമെൻറ് ചരിത്രപരമായ നിയമങ്ങൾ നിർവഹിച്ച സർക്കാരാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ വന്ന സർക്കാരുകൾ അക്കാര്യങ്ങളും ആ നിലപാടുകളും ആ തീരുമാനങ്ങളൊന്നും ഉപേക്ഷിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഭാരതപ്പുലിയുടെ കീഴത്ത് ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണം അദ്ദേഹത്തെ ഓർക്കാനും പുതുതലമുറയ്ക്ക് എന്നും അതൊരു പ്രതീക്ഷയുടെ ഓർമ്മകൾ അനുസ്മരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ 2 ഘട്ടങ്ങളായി MLA ഫണ്ടിൽ നിന്ന് തന്നെ പണം മുടക്കി തീരുമാനമായി MLA ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും ഈ നാടിനോടും അതോടൊപ്പം ഇവിടെ MLA ആയി മുഖ്യമന്ത്രിയായി സർവോപരി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച EMSനോട് കാണിക്കുന്ന ആരാധ്യനായ വലിയ മനുഷ്യനോടുള്ള ഒരാദരവായി ഞാൻ കണക്കാക്കുകയാണ്.